ഉറപ്പായിട്ട് വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണ്ടിരിക്കാൻ ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് കണക്ട് ചെയ്ത് വെക്കുക. ഇൻവേഴ്സ് മീൻസ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ, അതായത് പി ഇംപ്ലൈസ് ക്യൂല് ജസ്റ്റ് ഒരു നെഗേഷൻ ഇട്ട് കൊടുക്കുക. കോൺവേഴ്സ് മീൻസ് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി ആക്കണം. പിന്നെ അടുത്തത് എന്താ, കോൺട്രാപോസിറ്റീവ്. ഇപ്പൊ എഴുതിയതിന് നെഗേഷൻ കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഉള്ളത് ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ then I will sky tomorrow. then എഴുതിയിട്ടില്ല, എന്നാലും ഇഫ് then ആണ് നമുക്ക് മനസ്സിലായി, കാരണം കോമ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് അപ്പൊ ഇതിന് നമ്മള് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എഴുതുമ്പോ നമുക്ക് എന്ത് വരാം, അതായത് ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ എന്ന് പറഞ്ഞാൽ സ്നോ ചെയ്യണില്ല. ഇഫ് ഇറ്റ് ഡസ് നോട്ട് സ്നോ ടുഡേ, ഡസ് യൂസ് ചെയ്യുമ്പോ എസ് പോവും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ ഐ വിൽ നോട്ട് സ്കൈ ടുമാറോ, ഐ വിൽ സ്കൈ ടുമാറോ എന്നുള്ളത് ഐ വിൽ നോട്ട് സ്കൈ ടുമാറോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇൻവേഴ്സിനെ കിട്ടി. അടുത്ത നമുക്ക് പറയേണ്ടത് കോൺവേഴ്സ് ആണ്. കോൺവേഴ്സ് മീൻസ് എന്താണ്, ക്യൂ ഇംപ്ലൈസ് പി. അപ്പൊ ക്യൂ എന്താണ്, ഇഫ് ഐ സ്കൈ ടുമാറോ then it snows today അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇതാണല്ലോ ആദ്യം വേണ്ടത്, ഐ വിൽ സ്കൈ ടുമാറോ ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ. അങ്ങനെ പറയാം നമുക്ക്. ഇനി അടുത്തത് കോൺട്രാപോസിറ്റീവ് മീൻസ് ഇതിപ്പോ എഴുതിയ ആളുടെ നെഗേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇഫ് ഐ ഡോ, ഇതിന്റെ നെഗേഷൻ ഇഫ് ഐ ഡോ നോട്ട് സ്കൈ ടുമാറോ, പിന്നെന്താ പറയാ, then I will not have snowed. ആ ഇംഗ്ലീഷ് എന്താണ് പറയാ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇതിന് മാർക്കൊക്കെ കൊടുക്കാറുണ്ട്. ആ മാക്സിമം നമ്മൾ അതില്ലാണ്ട് നോക്കുക. ഞാൻ അടുത്ത നോക്കൂ, എ പോസിറ്റീവ് ഇന്റീജർ ഈസ് പ്രൈം ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ ഡിവൈസസ് അതർ ദാൻ 1 and itself. അപ്പൊ ഇവിടെ ആദ്യം നെഗേഷൻ പി കൊടുക്കുമ്പോ എ പോസിറ്റീവ് ഇന്റീജർ ഈസ് പ്രൈം, അതിന് നെഗേഷൻ കൊടുക്കുമ്പോ എന്ത് വരും, എ പോസിറ്റീവ് ഇന്റീജർ ഈസ് പ്രൈം. പിന്നെന്താ, അപ്പൊ എ പോസിറ്റീവ് ഇന്റീജർ ഈസ് നോട്ട് എ പ്രൈം, ഓൺലി വേണ്ടപ്പോ അല്ലെ. എ പോസിറ്റീവ് ഇന്റീജർ ഈസ് നോട്ട് എ പ്രൈം ഇഫ് ഇറ്റ് ഹാസ് ഡിവൈസസ് അതർ ദാൻ 1 and itself. ഇവിടെ പറയുന്നത് ഇറ്റ് ഹാസ് നോ ഡിവൈസസ്. അപ്പൊ നമ്മുടെ സെന്റൻസിൽ എന്ത് വരും, ഇറ്റ് ഹാസ് ഡിവൈസസ് അതർ ദാൻ 1 and itself. ഇപ്പൊ നമുക്ക് ഇൻവേഴ്സ് കഴിഞ്ഞു. ഇനി കോൺവേഴ്സ് എഴുതുമ്പോ എന്താ വരിക, ഇപ്പൊ നമ്മൾ ഈ ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ സെന്റൻസ് തുടങ്ങില്ലല്ലോ. ആദ്യം എഴുതുമ്പോ എന്താ സംഭവം, ഇറ്റ് എന്താന്ന് പറയണ്ടേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ പോസിറ്റീവ് ഇന്റീജർ ഹാസ് നോ ഡിവൈസസ് അതർ ദാൻ 1 and itself then it is prime. ഓക്കെ, അതായത് എന്ത് ചെയ്തു, ഞാന് കോൺവേഴ്സ് പറയണ സമയത്ത് ഫസ്റ്റ് ക്യൂന്ന് എഴുതി പിന്നെ പീനെയാണ് പറയണത്. അപ്പൊ ഇവിടെ ക്യൂ ഇഫ് ഇറ്റ് ഹാസ് നോ ഡിവൈസസ് അതർ ദാൻ 1 and itself എന്നാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് ഇറ്റ് വെക്കില്ലല്ലോ. അതിന് പകരം നമ്മൾ എന്ത് പറയാം, ആ ഇറ്റ് എന്താണ്, പോസിറ്റീവ് ഇന്റീജർ. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ പോസിറ്റീവ് ഇന്റീജർ ഹാസ് no devices other than 1 and itself if it is a if it is a prime. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ നെഗേഷൻ കൊടുക്കണം. അപ്പൊ നമുക്ക് ക്യൂ ഇംപ്ലൈസ് പി എഴുതിയതില് നമുക്ക് നെഗേഷൻ നോക്കാം. എവിടെയാണ് കോൺട്രാപോസിറ്റീവില് നെഗേഷൻ, ഇതാണ് എഴുതിയേക്കണേ. ഇവിടെ നമ്മൾ എന്താ ഇൻവേഴ്സ് എഴുതിയേക്കണം, ഇൻവേഴ്സ് അല്ല എനിക്ക് വേണ്ടത് കോൺവേഴ്സ്. കോൺവേഴ്സ് എന്താ എഴുതിയേക്കണേ, ഇഫ് എ പോസിറ്റീവ് ഇന്റീജർ ഹാസ് നോ ഡിവൈസസ് അതർ ദാൻ 1 and itself then it is a prime എന്നാണ് എഴുതിയേക്കണേ. അപ്പൊ അതിൽ നോട്ട് കൊടുക്കണം. ഇവിടെ ഇഫ് എ പോസിറ്റീവ് ഇന്റീജർ ഹാസ് നോ എന്തായി മാറും, ഇപ്പൊ നോ പോവും അല്ലെ, നെഗേഷൻ കൊടുക്കുമ്പോ നോ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇഫ് എ പോസിറ്റീവ് ഇന്റീജർ ഹാസ് ഡിവൈസസ് അതർ ദാൻ 1 and itself then it is not a prime. അത് നമുക്ക് എളുപ്പത്തിൽ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ആ ക്വസ്റ്റ്യനില് ക്യൂ വെന്നെവർ പി എന്ന് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഐ ഗോ ടു ബീച്ച് വെന്നെവർ ഇറ്റ് ഈസ് എ സണ്ണി സമ്മർ ഡേ. അപ്പൊ ഇവിടെ കണ്ടോ, വെന്നെവർ എന്ന് പറഞ്ഞ ഈ ഒരു വേർഡിനെ കണ്ട നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് തിരിയും.
ഓക്കെ അല്ലേ? അപ്പൊ ഇതേ ഈ ക്വസ്റ്റ്യൻ വെന്നെവറിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് എന്താവും? ഇപ്പൊ ഉള്ള സ്റ്റേറ്റ്മെന്റ് തിരിഞ്ഞിട്ടാണ് ഇരിക്കുക. ഇഫ് ഇറ്റ് ഈസ് സണ്ണി സമ്മർ ഡേ ദെൻ ഐ വിൽ ഗോ ടു ബീച്ച് ആവും ഒറിജിനൽ സെന്റൻസ്. കാരണം വെന്നെവർ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഒറിജിനൽ സെന്റൻസ് ഇതാക്കി ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. ഇൻവേഴ്സ് മീൻസ് എന്ത് വരും? ഇതിൽ നോട്ട് ചേർക്കണം. അപ്പൊ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ സണ്ണി സമ്മർ ഡേ ദെൻ ഐ വിൽ നോട്ട് ഗോ ടു ബീച്ച്. അത് നല്ല എളുപ്പമായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കോൺവേഴ്സ് ക്യൂ ഇംപ്ലൈസ് ബീച്ച്. ഇഫ് ഐ ഗോ ടു ബീച്ച് ദെൻ ഇറ്റ് ഈസ് സണ്ണി സമ്മർ ഡേ. ഇനി ഇതിന്റെ നെഗേഷൻ കൊടുക്കണം. ഇഫ് ഐ ഡു നോട്ട് ഗോ ടു ബീച്ച് ദെൻ ഇറ്റ് ഈസ് നോട്ട് എ സണ്ണി സമ്മർ ഡേ. അവിടെ ഞാൻ നോട്ട് കൊടുത്തു. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാണ്ടിരിക്കരുത്. അയ്യോ ഗ്രാമർ തെറ്റൂലോ വെച്ചിട്ട് എഴുതാതിരിക്കരുത്. മാക്സിമം അറ്റൻഡ് ചെയ്യാം. ഓക്കെ. പിന്നെ പേപ്പർ ടഫ് ആയി കഴിഞ്ഞാൽ, ടഫ് മീൻസ് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വല്ല തെറ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. മാർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാ? നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇനി ഈ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിലും നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു? വെന്നെവർ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് ദെൻ ഹോം ടീം വിൻസ്. നമ്മൾ ഫസ്റ്റ് ഏതാ പറയാറുള്ളത്? ഇൻവേഴ്സ് ആണ് പറയാറുള്ളത്. ഇവിടെ നോട്ട് ചേർക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ദെൻ ഹോം ടീം ഡസ് നോട്ട് വിൻ. ഡസ് ഉള്ളതുകൊണ്ടാണ് എന്ത് പോയിട്ടുള്ളത്? എസ് പോയിട്ടുള്ളത്. അടുത്തത് നമ്മൾ എന്താണ് ചെയ്യുക? കോൺവേഴ്സ് ആണ് ചെയ്യുക. അപ്പൊ കോൺവേഴ്സ് എന്താണ്? ഇഫ് ഹോം ടീം വിൻസ് ദെൻ ഇറ്റ് ഈസ് റെയിനിങ്. പിന്നെ അടുത്ത നോട്ട് ചേർക്കണം. ഇഫ് ഹോം ടീം ഡസ് നോട്ട് വിൻ ദെൻ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. നമ്മുടെ ജനുവരി 2026 നമ്മുടെ സപ്ലി പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഷീ പ്രാക്ടീസസ് എവറി ഡേ ആൻഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് ദെൻ ഷീ വിൽ പെർഫോം വെൽ ഇൻ കോമ്പറ്റീഷൻ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതണ്ടേ? ഇൻവേഴ്സ് എഴുതണം. ഓക്കെ. അപ്പൊ ഇഫ് ഷീ ഡസ് നോട്ട് പ്രാക്ടീസസ് എവറി ഡേ ആൻഡ് എന്തായി മാറും? ഓർ ആയിട്ട് വരും. പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു സെന്റൻസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്ത് മനസ്സിലായി? നമ്മൾ എഴുതണേല് നെഗേഷൻ എടുക്കുമ്പോ ആൻഡിനെ കാണുകയാണെങ്കിൽ എന്താവും? അത് ഓറാവും. പിന്നെന്താ? ഈറ്റ് ഹെൽത്തി ഫുഡ്. ഓക്കെ. ഈറ്റ്സ് എന്നുള്ളത് എന്തായി മാറി? ഈറ്റ് എന്നായി. കാരണം എന്താണ്? കാരണം ഇഫ് ഷീ ഡസ് നോട്ട് പ്രാക്ടീസ്, ഈ ഡസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് മാറിയത്? ഈറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ദെൻ ഇനി അടുത്തത് എന്താണ്? ദെൻ ഷീ വിൽ നോട്ട് പെർഫോം വെൽ ഇൻ ദ കോമ്പിനേഷൻ. അതല്ലേ, അത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കോൺവേഴ്സ് എഴുതണം. അപ്പൊ എഴുതിയ ആളെ തന്നെ തിരിച്ചെഴുതണം. അപ്പൊ എന്ത് എഴുതണം? ഇഫ് ഷീ പെർഫോം വെൽ ഇൻ കോമ്പറ്റീഷൻ ദെൻ ഷീ വിൽ പെർഫോം. ദെൻ ഷീ പ്രാക്ടീസ്ഡ് എവറി ഡേ. നമുക്ക് ദെൻ ഷീ പ്രാക്ടീസസ് എവറി ഡേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദെൻ ഷീ പ്രാക്ടീസ്ഡ് എവറി ഡേ ആൻഡ് ഈറ്റ് പറയാൻ പറ്റില്ല, അത് കഴിഞ്ഞതാണ്. അപ്പൊ ഈറ്റ് ഹെൽത്തി ഫുഡ് എന്ന് എഴുതണം. ഇനി അടുത്ത നമുക്ക് ഇതില് നോട്ട് ചേർക്കുമ്പോ എന്ത് വരും? ഇഫ് ഷീ ഡസ് നോട്ട് പെർഫോം വെൽ ഇൻ കോമ്പറ്റീഷൻ ദെൻ ഷീ എന്താ പറയാ? ദെൻ ഷീ ഡിഡ് നോട്ട് പ്രാക്ടീസ്ഡ് എവറി ഡേ. നോട്ട് ഉണ്ട്, അതുകൊണ്ട് ഇതെന്തായി? ഓറായി. ഓർ ഈറ്റ് ഹെൽത്തി. ഓർ കഴിഞ്ഞിട്ടും ഡിഡ് നോട്ട് ഈറ്റ് ഹെൽത്തി ഫുഡ്. ഒന്ന് നോക്കി വെക്കിയതായിരുന്നു. നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സീനിയേഴ്സിന് സപ്ലി പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇത് പണ്ട് ജൂൺ 2026 ഇതിന്റെ കോൺവേഴ്സ്, ഇൻവേഴ്സും കോൺട്രാപോസിറ്റീവ് എഴുതാൻ പറഞ്ഞതാ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇൻവേഴ്സ് എഴുതിയപ്പോ പി എന്തായി? നെഗേഷൻ പി ആയി. ക്യൂ ആൻഡ് ഇംപ്ലൈസ് ടു ക്യൂ ആൻഡ് ആർ എന്തായി? നെഗേഷൻ ക്യൂ ആൻഡ് ആർ ആയി. കോൺവേഴ്സ് എന്ത് വരും? ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് പി എന്ന് വന്നു. കോൺട്രാപോസിറ്റീവ് എന്ത് വന്നു? ഇതിന് നെഗേഷൻ ഇട്ട് കൊടുത്തു. നെഗേഷൻ ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് നെഗേഷൻ പി. അടുത്തത് ഇതും എളുപ്പമുള്ള സാധനമാണ്. റൈറ്റ് കോൺവേഴ്സ്, ഇൻവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ്. ഇഫ് 0 + 0 = 0 then 1 + 1 = 2. നമുക്ക് എന്താണ്
എന്താണ് ആദ്യം ഇൻവേഴ്സ് എഴുതുന്നു. അപ്പൊ ഇതിന്റെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + 0 നോട്ട് ഈക്വൽ ടു 0, ദെൻ 1 + 1 നോട്ട് ഈക്വൽ ടു 1. ജസ്റ്റ് ഇങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്കോർ ചെയ്യും. ഇനി അടുത്തത് നമുക്ക് കോൺവേഴ്സ് ആണ്. കോൺവേഴ്സ് ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് 1 + 1 ഈക്വൽ ടു 1, ദെൻ 0 + 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇതിന്റെ നോട്ട് എഴുതണം. ഇഫ് 1 + 1 നോട്ട് ഈക്വൽ ടു 1, ദെൻ 0 + 0 നോട്ട് ഈക്വൽ ടു 0. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അതിന്റെ രണ്ടാമത്തെ ഇഫ് 9 ഗ്രേറ്റർ ദാൻ 6, then 4 less than 2. അപ്പൊ നമുക്കത് എഴുതുമ്പം ഇങ്ങനെ തിരിച്ചാൽ മതിയല്ലോ. ഈ ഒരു സൈൻ മാത്രം തിരിച്ചു കഴിഞ്ഞാൽ നോട്ടായി. ഇഫ് 9, ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താണ്, 9 ഗ്രേറ്റർ ദാൻ 6. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ലെസ് ദാൻ 6, ദെൻ ഇതിന്റെ ഓപ്പോസിറ്റ് 4 ഗ്രേറ്റർ ദാൻ 2 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് 4 ലെസ് ദാൻ 2, ദെൻ 9 ഗ്രേറ്റർ ദാൻ 6 എന്ന് കിട്ടി. കോൺട്രാപോസിറ്റീവ് ആകുമ്പോൾ ഇഫ് 4 ഗ്രേറ്റർ ദാൻ 2, ദെൻ 9 ലെസ് ദാൻ 6. ഇനി ഇതുള്ളത് ഇതാണ്.